എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇതുപോലത്തെ ബിസ്ക്കറ്റിൻ്റെ ബോക്സിനെ എങ്ങനെ റീയൂസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളൊരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ നമ്മളുടെ പെന്നിൻ്റെയും പെൻസിലിൻ്റെയും അളവ് നോക്കിയിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി തൽക്കാലത്തേക്ക് അതിനൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾക്ക് ബോക്സിൻ്റെ പണി നോക്കാം. അപ്പോൾ ബോക്സ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ വരുന്ന ആ ഒരു മടക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ഒരു റെക്റ്റാങ്കിൾ സ്ട്രിപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇഷ്ടമുള്ളൊരു കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ബോക്സിൻ്റെ എല്ലാ സൈഡും മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഈ നീളത്തിൽ വരുന്ന ഈ ഒരു ഭാഗത്തും കൂടെ നമ്മളൊന്ന് ഈ ഒരു കളർ പേപ്പർ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബോക്സ് നമ്മൾ ഇതുപോലെ മൊത്തമായിട്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്ട്രിപ്പും കൂടെ ഒരു കളർ പേപ്പറിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിങ്ക് കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ ഈ ബോക്സിൻ്റെ സൈഡിൽ ഇതുപോലെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ബാർബിയുടെ ഇമേജസ് വെച്ചിട്ടാണ് ഇതിൽ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചിട്ട് കുറച്ച് പിങ്ക് ഹാർട്ട്സൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാർബീനും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള പെൻസിൽ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുള്ള തീം വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ